ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഉഴുന്നുവട എങ്ങനെ ക്രിസ്പിയായി ഉള്ളിൽ സോഫ്റ്റായി പുറമേ നിന്ന് നാം വാങ്ങുന്ന അതേപോലെ ടേസ്റ്റിൽ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഇതേപോലെ ഉഴുന്നുവട വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇത് ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങളാണ്. നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ കാണുക. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ സോഫ്റ്റാണ്. അതിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഉഴുന്ന് പരിപ്പ് കുതിർത്ത് വെക്കലാണ്. ഇവിടെയാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. ഉഴുന്ന് പരിപ്പ് ഒരിക്കലും 1 മണിക്കൂറിൽ കൂടുതലായി കുതിർത്ത് വെക്കാൻ പാടില്ല. 1 മണിക്കൂറിൽ കൂടുതൽ കുതിർത്ത് വെച്ചാൽ ഇത്ര സോഫ്റ്റായി കിട്ടുകയില്ല. അപ്പോൾ 1 മണിക്കൂറേ നമ്മുടെ ഉഴുന്ന് പരിപ്പ് കുതിർത്ത് വെക്കാം. 2 കപ്പ് ഉഴുന്ന് പരിപ്പാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് 1 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ച് കഴുകി വെള്ളം വാർന്ന് വെച്ചതാണ്. ഇനി ഇത് പകുതി ഭാഗം മാത്രം നമ്മൾ ഇട്ട് നല്ല സോഫ്റ്റായി അരിച്ചെടുക്കണം. മിക്സിയിൽ സോഫ്റ്റായി അരിച്ചെടുക്കാൻ കുറേശ്ശെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. അങ്ങനെ വേണം സോഫ്റ്റായി. ഈ പാകത്തിന് വെള്ളം കൂടാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരിച്ചെടുക്കാനായിട്ട്. ഇതാണ് രണ്ടാമത്തെ സീക്രട്ട്. ഇനി മൂന്നാമത്തെ സീക്രട്ട്, അതിലേക്ക് അരിപ്പൊടി ചേർക്കണം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ 2 കപ്പ് ഉഴുന്നിലേക്ക് ചേർക്കുന്നത്. അത് നല്ല മൊരിച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടുതലായി പോവരുത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, ബേക്കിംഗ് സോഡ അല്പം ചേർക്കാം. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയുള്ളി അല്പം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് പച്ചമുളക്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പിന്നെ കറിവേപ്പില, ക്രഷ്ഡ് പെപ്പർ എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് ഷേപ്പാക്കി ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച കൂട്ടിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ആദ്യം കയ്യിൽ വെള്ളം നനച്ച് പൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഷേപ്പ് ഉണ്ടാക്കുമ്പോഴും വെള്ളം നനച്ച് പിന്നീട് വെള്ളം ഒന്നുകൂടെ തൊട്ട് അത് ഷേപ്പാക്കിയതിന് ശേഷം ഹോൾസ് ഇട്ട് കൊടുത്ത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ പതുക്കെ നല്ല ശ്രദ്ധിച്ച് വേണം ഉണ്ടാക്കാൻ. അടുത്ത കാര്യം, നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പായി വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വട നല്ല സോഫ്റ്റും ക്രിസ്പിയുമായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ഉഴുന്നുവട നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പിയുമാണ്. എല്ലാവരും പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾ ധൈര്യമായിട്ടുണ്ടാക്കിക്കോളൂ. ഒരിക്കലും നിങ്ങളുടെ ഉഴുന്നുവട കേടുവരില്ല. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരു വീഡിയോയുമായി വരും വരേക്കും ബൈ. താങ്ക് യു.